കണ്ടോ, കുറുകി കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ചോറിനൊരു സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കുന്നത് കുറുക്ക് കാളനാണ്. കുറുക്ക് കാളൻ, കാളൻ എല്ലാവർക്കും അറിയാം. ഞാനൊരു പ്രാവശ്യം നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടുള്ള കാളൻ ചെയ്തിട്ടുമുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് ലൂസായിട്ടാണ്, നമുക്ക് ഒഴിച്ച് കറി എന്നുള്ള രീതിയിലാണ്. ഇതൊരു സൈഡ് ഡിഷായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് കുറുക്ക് കാളനാണ്. അപ്പം നല്ലപോലെ കുറുകിയ ഒരു ഇതിൽ വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പച്ചക്കറി എന്ന് പറയാനായിട്ട് ഏത്തക്കായും അതുപോലെ തന്നെ ചേനയുമാണ്. അത് രണ്ടും ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. 1.5 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഒരു നേന്ത്രക്കായ എടുത്തിട്ടുള്ളൂ, ചെറുതാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പോളം ചേന തൊലി കളഞ്ഞ് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിൽ കഷ്ണം വേവിച്ചിട്ട് മൺചട്ടിയിലേക്ക് പകർത്താമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനുള്ള അരപ്പ് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ജീരകവും പച്ചമുളകും ചേർത്ത് ഒന്ന് നല്ലപോലെ അരഞ്ഞെടുക്കണം. അതായത് വെണ്ണ പോലെ അരയണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചെറിയ നേന്ത്രക്കായ തൊലി കളഞ്ഞ് ഒരുവിധം കനമുള്ള കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഒന്ന് ചെരിച്ചാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചേന അതുപോലെ തന്നെ തൊലി കളഞ്ഞ് കഴുകി വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു കപ്പോളം വരും. തൈര് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അരപ്പ് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയതും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുക്കർ എടുത്തിട്ട് നമ്മളുടെ കഷ്ണങ്ങൾ, അതായത് പച്ചക്കറി കഷ്ണങ്ങൾ, ചേനയും ഏത്തക്കായ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും, അത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക. കുക്കറിൽ വേവിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരുപാട് സമയം പോകും, നമ്മളുടെ ഗ്യാസും കൂടുതൽ ചിലവാകും. അപ്പോൾ അത് ആദ്യം ചെയ്യാം. ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്തു, ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഒരു കുക്കറിൽ കുറച്ച് വെള്ളവും വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ആദ്യം ചേന ഇട്ട് കൊടുക്കാം, പിന്നെ കായ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി. ഇനി കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ഇനി ചേനയും കായും വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ തേങ്ങ അരച്ച് എടുക്കാം. ഞാൻ 1/2 കപ്പ് തേങ്ങയാണല്ലോ വെച്ചിരിക്കുന്നത്. അതിട്ട് കൊടുത്തു. തേങ്ങയുടെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നല്ലപോലെ വെണ്ണ പോലെ അരയണം, നല്ലപോലെ അരയണം. ഇത് അരച്ചെടുത്തുകൊണ്ട് വരാം. തേങ്ങ നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനിയും നല്ലപോലെ ഒന്നുകൂടി അരയ്ക്കണം. ഇവിടെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇത് കുക്കറിൽ നിന്ന് ഞാൻ മൺചട്ടിയിലേക്ക് പകർത്തുകയാണ്. ഇനിയും സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. ഇതിനകത്തുള്ള കുറച്ച് വെള്ളം ഒന്ന് വറ്റിക്കിട്ടുകയും കൂടെ വേണം. ഇനിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. തൈരാണല്ലോ ചേർക്കുന്നത്, അപ്പോൾ ഇത്തിരി ഉപ്പ് കൂടുതൽ ഇട്ട് കൊടുക്കണമെങ്കിൽ ശരിയാവും. നമ്മൾ ചട്ടിയിൽ വെച്ചിരുന്ന വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം.
നല്ലപോലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. തിളച്ചിത് കുറുകണം. സാധാരണ മോരുകറിയാണെങ്കിൽ തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്തിട്ട് കടുകൊക്കെ താളിച്ചിടാം. പക്ഷെ ഇതത് പറ്റില്ല. ഇത് നല്ലപോലെ തിളച്ച് കുറുകണം. ജലാംശം മുഴുവൻ വറ്റിപ്പോണം. കണ്ടോ, നമ്മുടെ കാളൻ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി ഇത് മൺചട്ടി ആയതുകൊണ്ട് ഇതിലിരുന്നൊന്ന് വറ്റുകയും കൂടി ചെയ്യും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് താളിച്ചിട്ടാൽ മാത്രം മതി. ഇനി നമ്മളിവിടെ ഒരു ചീനച്ചട്ടി വച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. കടുകിട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി തുടങ്ങിയപ്പോൾ ഞാൻ ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നു. പിന്നെ കുറച്ച് കറിവേപ്പില. സ്റ്റൗ ഓഫ് ചെയ്തു. നമ്മുടെ കുറുക്ക് കാളനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കും. ഇനി ലാസ്റ്റ് ഞാൻ കുറച്ച് ശർക്കര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മതി. നമുക്ക് ചെറിയ പുളിയും എരിവും ഉപ്പും ഒക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. കുറുകി വന്നിട്ടുണ്ട്. കാണിച്ചു തന്നെ കണ്ടോ, കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ തന്നെ വേണം റെഡിയാക്കി എടുക്കാൻ. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്നറിയാം. നന്നായിട്ടുണ്ട്. കുറുക്ക് കാളൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കട്ട പോലെ കുറുകിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്തൊരു വിഭവമായിട്ട് നമുക്കുടനെ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.